അങ്ങനെ ആദർശ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നായന പറയുന്നുണ്ട്, ആദർശേട്ടാ അമ്മ പിണങ്ങിപ്പോയിരിക്കുക, ആദർശേട്ടൊന്ന് മൈൻഡ് ചെയ്യാതിരുന്ന എന്താ ചെയ്യാ, അമ്മ ആര് വിളിച്ചാലും വരില്ലെന്ന് ആദർശേട്ടൻ അറിയില്ലേ, ആദർശേട്ടൻ വിളിച്ചാൽ മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് ആദർശേട്ടൻ ചെല്ല് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നീ പോയി വിളിക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ ഞാൻ പോയി വിളിക്കാനോ എന്റെ പൊന്നെ, പിന്നെ ഒന്നും പറയണ്ട, ഇനി പിന്നെ എന്റെ മെക്കിട്ടരികം കയറുക, എനിക്ക് വയ്യ രാവിലെ വഴക്ക് കേൾക്കാൻ എന്ന് പറയുന്നുണ്ട്. ഒന്നും പറയില്ല, നീ അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് അമ്മ എന്ത് പറയുന്നു നല്ല ഉചിതമായ മറുപടി അങ്ങോട്ട് കൊടുത്ത് അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, നിന്റെ കഴിവ് എത്രത്തോളം ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും നദിയൊക്കെ പറയാണ്, അത് നൈന ചെല്ല്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിന്റെ അമ്മായിമ്മയുടെ പിണക്കം മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഒരു പാർട്ടുണ്ട് കേട്ടോ, എന്താണ് ജലജ ദേവേനി പിണങ്ങാനുള്ള കാരണം എന്നൊക്കെ ഉള്ളൊരു പാർട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തതൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നയന ദേവേന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോഴേക്കും കാണുന്നത് ദേവനെ കിടക്കായിരിക്കും കേട്ടോ. ചോദിക്കാണ്, അല്ല എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല അമ്മ പിണങ്ങി ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ മനസ്സമാധാനത്തില് അവിടെ ഇരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓഹോ, എന്റെ മോനെ പലയിലാക്കിയിട്ട് അവനെ കൊണ്ട് അടുക്കളപ്പണിയൊക്കെ ചെയ്യിക്കല്ലേ നീ, എന്റെ മോനെ കൊണ്ടൊന്ന് നീ പറയിച്ചില്ലേ അമ്മ കേറിപ്പോവാന്, അത്രത്തോളം മാത്രം നീ എന്റെ മോനെ മാറ്റിയെടുത്തില്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അമ്മേ ഞാൻ ആവശ്യത്തിന് മറ്റൊന്നുമില്ല, ആവശ്യട്ടൻ സ്വന്തമായിട്ട് വന്നിട്ട് പാചകമൊക്കെ ചെയ്തത് ഞാൻ പറഞ്ഞതാ വേണ്ട എന്ന്, പക്ഷെങ്കില് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആവശ്യട്ടൻ തന്നെ വന്നാന്ന് പറയുന്നുണ്ട്. ദയവ് ചെയ്ത് നീ എന്റെ മുറിയിൽ പോ, എനിക്ക് നിന്നെ കാണണ്ട, നീ പോയിട്ട് അവന് വിളമ്പി കൊടുക്കോ, അവനോടൊന്ന് കഴിക്കോ, എന്താച്ചാ ആയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന ചോദിക്കാണ്, ശരിക്കും അമ്മയുടെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നീ ചോദിച്ചേ, അല്ല ശരിക്കും അമ്മയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചെന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ തർക്കത്വം പറയാൻ മാത്രമൊക്കെ നീ വളർന്നല്ലേ, എന്റെ മകൻ കുറച്ച് നടത്തുന്നു പറഞ്ഞിട്ട് ഇത്രത്തോളം സ്വാതന്ത്ര്യം കാണിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് ദേവേനെ ചോദിക്കുന്നുണ്ട്. നയന പറയാണ്, ഇപ്പോഴാണ് ആവശ്യം സ്നേഹത്തോടെ പെരുമാറുന്നത്, അതുകൊണ്ട് അമ്മയ്ക്ക് സഹിക്കാൻ വയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. അതോടി എനിക്ക് സഹിക്കാൻ വയ്യ, എന്റെ മകനെ നിങ്ങൾ സ്നേഹിക്കണ്ട, കള്ളത്തിനും കാണിച്ച് ഈ വീട്ടിലേക്ക് വന്നവളാ നീ നിന്റെ ചേച്ചിയൊക്കെ, അങ്ങനെ നിന്നെ സുഖിച്ച് ഈ കൊട്ടാരത്തിൽ ജീവിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നയന പറയാണ്, ഞാനിവിടുന്ന് പിണങ്ങിപ്പോയുള്ള അമ്മയുടെ മോന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ, തൊട്ടുപുറകെ എന്നെ വിളിക്കാൻ അമ്മയുടെ മോൻ വന്നിരിക്കും, അത് ഉറപ്പാ എന്ന് പറയുന്നുണ്ട്. ദേവിയൊപ്പം ഉണ്ടാ നിൽക്കാൻ കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോണം എന്നുള്ള കാര്യം അമ്മ പറയണ്ട, ഞാൻ പോയാലും ആദ്യമായിട്ട് എന്നെ വിളിച്ചോണ്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ദേവനെ കളിപ്പിച്ച് നിൽക്കുന്നുണ്ട്. നീ എന്റെ മുറിയിൽ ഇറങ്ങിപ്പോ, എനിക്ക് നിന്നെ കാണുന്ന പോലും വെറുപ്പാ എന്ന് പറയുന്നുണ്ട്. അമ്മയോട് വേറെ കാര്യം പറഞ്ഞേക്കാം, ഞാനിപ്പം ഫുഡെല്ലാം ഉണ്ടാക്കി തീർത്തു, ഇപ്പൊ എല്ലാരും കഴിച്ചു കഴിയും, അമ്മ ഇപ്പൊ വന്നാല് ഇപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ അമ്മ ഉച്ചവരെ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് വരുമെന്ന് പറയുന്നുണ്ട്. ഓഹോ, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ, ഞാൻ എന്താ ഫുഡ് കണ്ടിട്ടില്ലേ, ഉച്ചവരെ കഴിച്ചിരിക്കാന്ന് വെച്ചാല് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അമ്മേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ബ്രെയിൻഡ് ഫുഡാ, അത് കഴിച്ചില്ലെങ്കിൽ അത് ദിവസം മൊത്തം പോക്ക എന്ന് പറയുന്നുണ്ട്. നീ എന്നെ കഴിപ്പിച്ച് കിടക്കാന്ന് നീ ഓർക്കണ്ട, എന്നത് കിളങ്ങിപ്പൊടി എന്റെ മുറിയുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാ ശരിയെന്നും പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ നയന ഡൈനിങ് ടേബിൾ അടുത്തേക്ക് ചെല്ലുമ്പം ആദർശിക്കാണ്, അല്ല നയന എന്താ ഈ കാര്യം, അമ്മ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ ആവശ്യട്ടാ വരാൻ കൂട്ടാക്കിയില്ല, എന്നെ കുറെ ചീത്ത പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഞാനപ്പോ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഉച്ചയാവും എന്തെങ്കിലും കഴിക്കാന്, ഇപ്പൊ എല്ലാവരും കഴിച്ചു തീർക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശ് പറയാണ്, എന്തായാലും അമ്മ തനിയെ വന്ന് കഴിച്ചോളും, നീ ഒരുപാട് അങ്ങോട്ട് നിർബന്ധിക്കാൻ ചെല്ലണ്ട, ചെല്ലുമ്പോഴാ അമ്മ പിന്നെയും പിന്നെ നീ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുന്നു കേട്ടോ. ആദർശിനെ ഇപ്പൊ മാറ്റം കണ്ടിട്ട് എല്ലാവരും ഷോക്കായിട്ടിരിക്കുകയാണ്. ജലജ പോലും ഒന്ന് ഷോക്കായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനെ അടുത്തിരുത്തിയിട്ട് നീ കഴിക്കൂ എന്നും പറഞ്ഞിട്ട് ആദർശ് നയനെ അടുത്തിരുത്തുന്നുണ്ട്. ആദർശിന് അറിയാമായിരുന്നു ഇപ്പൊ വന്നിട്ട് മോളിൽ വന്നിട്ട് ദേവയാനി താഴേക്ക് നോക്കുന്നു. ആദർശ് ഓർത്തന്നെ സംഭവിച്ചു. ദേവയാനി മോളിൽ വന്നിട്ട് നോക്കാണ് ആദർശിന്റെ ബിഹേവിയർ എങ്ങനെയാന്നുള്ളത്. ആദർശപ്പം മേളിൽ വന്നിട്ട് അമ്മ നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, നയന നീ ഇങ്ങോട്ട് വന്നേ, നീ എന്റെ അടുത്തൊന്നിരുന്ന് കഴിച്ചേ, നീ കഴിക്കത്ത് കൂടെയില്ല, കഴിക്കാൻ നടന്നാൽ എന്താ ചെയ്യുന്നേ, ശരീരത്തിന്റെ ഊർജ്ജമൊക്കെ പോത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് നയനാടെ പിടിച്ചിരുത്തി ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിച്ചു അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്. നയനയ്ക്ക് ദോശയും സാമ്പാർ ചമ്മന്തിയൊക്കെ എടുത്ത് കൊടുക്കാണ്. ആദർശം മതി മതി ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. നീ കഴിക്കില്ല, വയറ് നിറച്ചൊരു സാധനം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം എന്നവളുടെ പ്ലേറ്റിൽ നിന്ന് ദോശയൊക്കെ ഇങ്ങനെ വാരി നയനയുടെ വായിൽ കൊടുക്കുന്നുണ്ട്. നയന ഇങ്ങനെ ഓർക്കാണ് ഈ ആവശ്യത്തിന് എന്താ പറ്റിയെന്ന്. അപ്പോഴേക്കും ജലജയും ജാനകിയും നവ്യയും എല്ലാരും ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ജലജ ഓർക്കാണ് ഇത് കൊള്ളാം, എന്തായാലും ഇത് ദൈവമായിട്ടുള്ള നല്ലൊരു പണി തന്നെയായിരിക്കും. അവൾ ആഹാരം കഴിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോലും അവനിങ്ങനെ ഭാര്യയെ ഊട്ടണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും നല്ലൊരു ലക്ഷണം തന്നെയാ. ഇതും പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ തെളിയിക്കാൻ പറ്റിയ അവസരമാണ് എന്ന് ദേവയാനി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി മുകളിൽ നിന്ന് കാഴ്ചയെല്ലാം കണ്ടിട്ട് ആകപ്പാട് ദേഷ്യമെന്ന് കളിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ദേവന് ഓർക്കാണ്, ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയായി കാര്യങ്ങളല്ലേ, അമ്മ കഴിക്കാമെന്നില്ലും അവന് കുഴപ്പമില്ല അല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭാര്യയുടെ മുടങ്ങിയാലാ അവന് സങ്കടം. ഭാര്യ കൊടുക്കുന്നത് കണ്ടില്ലേ, അത്രയും പേര് ഇരിക്കുന്നത് പോലും നോക്കാതെ അത്രമാത്രം ഈ അമ്മ അവന് വേണ്ടവയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അങ്ങനെ മുറിയിൽ പോയിരുന്നിട്ട് നീ ആലോചന ഇരിക്കായിരിക്കും. ഈ സമയത്ത് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജലജ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്തായിട്ട് ആഹാരം കഴിക്കാൻ വരാഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് പറയുമ്പോ സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. ആദർശ് അവിടുന്ന് നയനെ ഊട്ടുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇപ്പൊ വന്നേ, ഞാൻ അതൊക്കെ കണ്ടു എന്ന് പറയാണ്. ആഹാ ഏട്ടി അതൊക്കെ കണ്ടായിരുന്നോ എന്റെ പൊന്നെടുത്തി? ആദർശ് അവിടുന്ന് പറഞ്ഞല്ലോ, എടുത്ത് കേട്ടായിരുന്നോ? ഇല്ല, എന്താ അവൻ പറഞ്ഞു? അമ്മ കഴിക്കുന്നെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഇവിടെ ആരും നിർബന്ധിക്കാനൊന്നും പോവണ്ട. അമ്മയ്ക്ക് നമ്മൾ നിർബന്ധിച്ചാ അമ്മയ്ക്ക് ഇത്രയ്ക്ക് അഹങ്കാരം, അതുകൊണ്ട് നിർബന്ധിക്കണ്ടെന്നാ പറഞ്ഞത്. നയനോട് പറയുക, നീ ആഹാരം കഴിക്കാതെ നിന്നാലോ ക്ഷീണിക്കും, നിന്റെ മുഖമൊക്കെ ഡള്ളാവെന്ന് പറഞ്ഞിട്ടാ മാറിക്കൊടുത്തത്. അപ്പോഴേക്കും അമ്മ കഴിച്ചില്ലെന്ന് പറയുമ്പോൾ നീ അവരുടെ കാര്യം നോക്കണ്ടെന്ന് ആദർശ് പറഞ്ഞതെന്ന് അങ്ങനെ കുറച്ച് എരിവും പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ദേവനിക്ക് ആകെപ്പാട് സങ്കടം ദേഷ്യം ഒക്കെ വരുന്നുണ്ട്. കട്ടിലിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇതാ പറയുന്നത്, മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുന്ന് പറയുന്നത്. എപ്പോഴും എന്റെ മോനെ കുറിച്ച് ആകുമല്ലോ ഏട്ടത്തിക്ക് കുറ്റം പറയാ. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവരും ഒരുതലാന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാ പറഞ്ഞത്, ആരെയും കുറ്റം പറയാൻ പാടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവോ? നിനക്ക് എന്തെങ്കിലും അവസരം കിട്ടിയ എന്നെ കുറ്റം പറയാൻ നോക്കിയിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഏട്ടത്തിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കേട്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ജലജ നോക്കാണ്, കുറച്ച് സമാധാനമായി. എന്തായാലും മോനെ കുറിച്ച് കുറച്ച് എരിയുമ്പോഴും ചേർത്ത് കുറ്റം പറഞ്ഞു കൊടുത്തപ്പം ഒരാശ്വാസം. ഇനി അമ്മയും മോനും തല്ലി പിരിഞ്ഞോളും. ഇവിടുത്തെ വലിയ രാജ്ഞിയും രാജകുമാരനുമായിട്ട് വിലസല്ലായിരുന്ന രണ്ടുപേരും ഇതോടുകൂടി തമ്മിൽ തെറ്റിക്കോളും. നയനങ്ങളെ കുറച്ച് ഇളക്കി വിടണം എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ ജലജ അവിടുന്ന് പോവാണ് കേട്ടോ. ഈ സമയത്ത് ദേവേനെ ഓർക്കാണ്, ജലജ പറഞ്ഞെല്ലാം സത്യം തന്നെയാ. അവന് വാരി കൊടുക്കുന്ന കണ്ടതാണല്ലോ, എന്നെ കുറിച്ച് പറഞ്ഞു കാണും, വേണമെങ്കിൽ കഴിക്കട്ടെ എന്ന്. അതാണ് ഇതുവരെ ഒന്ന് വിളിക്കാൻ പോലും വരാഞ്ഞത്. സാധാരണ ഞാൻ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ എന്റെ മോൻ എന്തുമാത്രം സങ്കടമായിരുന്നു. അവൻ കഴിക്കില്ലായിരുന്നു. വന്നെനിക്ക് എന്നെ വന്ന് എങ്ങനെയെങ്കിലൊക്കെ കൺവിൻസ് ചെയ്ത് വിളിച്ചോണ്ട് പോയതിനെ ഇപ്പൊ കണ്ടില്ലേ, അവൻ ഒരു മൈൻഡ് പോലും ചെയ്യാൻ നടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും. എന്നൊക്കെ ഞാൻ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ. അത്രമാത്രം അവൾ അവനെ മാറ്റിയിട്ടുണ്ട്. എന്റെ മോനിപ്പം ഇനി നടന്നു പോവാല്ലേ എന്നൊക്കെ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്. ഏത് സമയത്തിന് ദേവയാനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. മനസ്സിലാത്താണെങ്കിൽ ആദർശ് ഇങ്ങനെ പറഞ്ഞത് സങ്കടമുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി ആകെപ്പാടെ വിഷമിച്ച് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇതിന്റെ ബാക്കി സ്റ്റോറി ഞാൻ അടുത്തൊരു അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സായിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.